السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴൊക്കെ യാത്ര പോകാൻ ആഗ്രഹിച്ചുവോ അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഏത് ഭാര്യമാരാണ് കൂടെ വരേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടി നറുക്കെടുക്കുമായിരുന്നു. ആരുടെ പേരാണോ വരുന്നത് അവരെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. അദ്ദേഹം അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഓരോ ദിവസവും രാത്രിയും തീരുമാനിക്കാറുണ്ടായിരുന്നു. റിപ്പോർട്ടർമാരിൽ ഒരാൾ കൂട്ടിച്ചേർക്കുന്നു, സൗദ ബിൻ ജമാഅ് അവരുടെ രാവും പകലും ആയിഷയ്ക്ക് വേണ്ടി കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ആയിഷ റളിയല്ലാഹു അൻഹ കാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ സഫറൻ ഖറ ബൈന നിസാഇഹി ഫഅയ്യതുഹുന്ന ഖറജ സഹ്മുഹാ ഖറജ ബിഹാ മഅഹു വകാന യഖ്സിമു ലികുല്ലി ഇംറഅത്തിൻ മിൻഹുന്ന യൗമഹാ വലൈലതഹാ ഗൈറ അന്ന സൗദത ബിൻത് സമഅത വഹബത് യൗമഹാ വലൈലതഹാ ലിആയിഷത സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബ്തഗി ബിദാലിക റിളാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യ സമ്മാനം എന്തായിരിക്കണം? ബിമൻ യുബദിഉ ബിൽ ഹദിയ്യതി. മൈമൂന വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ അവരെ ഒരു അടിമ പെൺകുട്ടിയെ സ്വതന്ത്രയാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിനക്ക് കൂടുതൽ കൂലി കിട്ടുമായിരുന്നു ആ അടിമ സ്ത്രീയെ നിൻ്റെ ഉമ്മയുടെ ആങ്ങളമാർക്കാർക്കെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ, മാമന്മാർക്കാർക്കെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ. ഇന്ന മൈമൂനത സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതഖത വലീദത ലഹ ഫഖാല ലഹ വലൗ വസൽതി ബഅദ അഖ്വാലികി കാന അളമ ലിഅജ്രികി. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഞാൻ ചോദിച്ചു, അല്ലയോ അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് 2 അയൽക്കാരുണ്ട്, അതിൽ ഏത് ആൾക്കാണ് ഞാൻ സമ്മാനം കൊടുക്കേണ്ടത്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെ വാതിലാണോ നിൻ്റെ വാതിലിനോട് അടുത്തുള്ളത് അയാൾക്ക് കൊടുക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖുൽതു യാ റസൂലല്ലാഹ് ഇന്ന ലീ ജാറൈനി ഫൈലാ അയ്യിഹിമാ ഉഹ്ദി ഖാല ഇലാ അഖ്റബിഹിമാ മിൻകി ബാബൻ. സമ്മാനം കൊടുത്തപ്പോൾ എന്തെങ്കിലും പ്രത്യേക കാരണം പറഞ്ഞുകൊണ്ട് അത് നിരസിച്ചാൽ അല്ലെങ്കിൽ സ്വീകരിക്കാതിരുന്നാൽ മല്ലം യഖ്ബലിൽ ഹദിയ്യതി ലില്ലത്തിൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സമ്മാനം എന്ന് പറഞ്ഞാൽ അത് സമ്മാനമായിരുന്നു, പക്ഷേ ഇന്ന് അത് കൈക്കൂലിയാണ്. വഖാല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കാനത്തിൽ ഹദിയ്യതു ഫി സമനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയ്യതൻ വൽ യൗമ റിശ്വത്തുൻ. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വിശദീകരിക്കുന്നു, അദ്ദേഹം അസ്സാബ് ബിൻ ജസാമ അൽ-ലൈസി പറയുന്നത് കേട്ടു. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു കാട്ടുകഴുതയുടെ ഇറച്ചി കൊടുത്തു. അൽ അബുവ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നപ്പോഴാണ് കൊടുത്തത്, അല്ലെങ്കിൽ അൽ വദ്ദാൻ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവർ ഇഹ്റാമിൽ ആയിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മുഖത്ത് സങ്കടം കണ്ടപ്പോൾ അസ്സാബിൻ്റെ മുഖത്ത് ആ സമ്മാനം സ്വീകരിക്കാത്തത് കൊണ്ടാണ് സങ്കടമായത്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ സമ്മാനം തിരിച്ച് തരുന്നതിൽ നിരസിക്കുന്നത് ഞങ്ങൾ ഇഹ്റാമിൽ ആയതുകൊണ്ടാണ്. ഇത് നമ്മൾ മുമ്പ് 2244 2245 കണ്ടിട്ടുണ്ട് നേരത്തെ. അന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അഖ്ബറഹു അന്നഹു സമിഅ സഅബ ഇബ്നു ജസ്സാമത അൽ-ലൈസി വകാന മിൻ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്ബിറു അന്നഹു അഹദാ ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിമാറ വഹ്ശിൻ വഹുവ ബിൽ അബ്വാഇ ഔ ബിവദ്ദാന وهو محرم فرده فقال صعب فلما عرف في وجهه رده هديتي قال ليس بنا رد عليك ولكن حرم. അബൂ ഹുമൈദ് അസ്സാദി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അസ്ദ് ഗോത്രത്തിൽ നിന്നുള്ള ഒരാളെ നിയമിച്ചു. ആളുടെ പേര് ഇബ്നു അൽ തബിയ്യ എന്നായിരുന്നു. സക്കാത്ത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഗോത്രത്തിൻ്റെ മുഴുവൻ സക്കാത്ത് മേടിച്ചുകൊണ്ടിരാൻ വേണ്ടിയിട്ടാണ് അയാളെ നിയോഗിച്ചത്. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, ഇത് താങ്കൾക്കുള്ളതാകുന്നു, ഇത് എനിക്ക് സമ്മാനമായി തന്നതാണ് എന്ന് പറഞ്ഞ് എന്തോ ഒരു സാധനം എടുത്ത് മാറ്റിവെച്ചു. ബാക്കിയൊക്കെ റസൂലിന് മുമ്പിൽ സക്കാത്ത് ഫണ്ടിലേക്ക് ഇട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന് എന്തുകൊണ്ടാണ് അവൻ്റെ പിതാവിൻ്റെയോ അല്ലെങ്കിൽ മാതാവിൻ്റെയോ വീട്ടിൽ താമസിച്ചിട്ട് അവന് ഈ സമ്മാനം വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാതിരുന്നത്? അതായത് വീട്ടിലിരുന്നാൽ ഇത് കിട്ടില്ല, അവിടെ ചെന്നുകൊണ്ടാണ് അത് കിട്ടിയത്. സക്കാത്ത്
മേടിക്കുന്ന ആളായതുകൊണ്ട് ആളുകൾ കൊടുത്തതാണ്, ഒരു കൈക്കൂലി പോലെ എന്നാണ് റസൂൽ ഉദ്ദേശിക്കുന്നത്. അവനാണേ ആരുടെ കയ്യിലാണോ എൻ്റെ ആത്മാവിരിക്കുന്നത്, അതായത് അള്ളാഹുവാണേ സത്യം. ആരെങ്കിലും സക്കാത്തിൽ നിന്ന് അല്ലെങ്കിൽ സക്കാത്തിൻ്റെ മാർഗത്തിൽ നിന്നുള്ള സാധനങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുത്താൽ അതവൻ അവൻ്റെ കഴുത്തിൽ ചുമന്നുകൊണ്ട് വരുന്നതായിരിക്കും ഖിയാമത്ത് നാളിൽ. അതൊരൊട്ടകമാണെങ്കിൽ അതവിടെ ഇരുന്ന് മുരളുന്നുണ്ടാവും കഴുത്തിലിരുന്ന്, പശുവാണെങ്കിൽ അതവിടെ ഇരുന്ന് കരയുന്നുണ്ടാവും, ആടാണെങ്കിൽ അതവിടെ ഇരുന്ന് കരയുന്നുണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ ഉയർത്തി അദ്ദേഹത്തിൻ്റെ കക്ഷത്തിലെ വെളുപ്പ് കാണാമായിരുന്നു, അതായത് കൈ പൂർണ്ണമായിട്ട് ഉയർത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ, താങ്കളുടെ സന്ദേശം ഞാൻ കൈമാറിയില്ലയോ എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. നേരിട്ടും അള്ളാഹുവിൽ നിന്നുള്ള എന്തോ ഒരു സന്ദേശമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. عن أبي حميد الساعدي رضي الله عنه قال استعمل النبي صلى الله عليه وسلم رجلا من الأزدي يقال له ابن اللتبية على الصدقة فلما قدم قال هذا لكم وهذا أهدي لي قال فهل جلس في بيت أبيه أو بيت أمه فينظر أيهدى له أم لا والذي نفسي بيدي لا يأخذ أحد منه شيئا إلا جاء به يوم القيامة يحمله على رقبته إن كان بعيرا له رواء أو بقرة لها خوار أو شاة طير ثم رفع بيده حتى رأينا عفرة إبطيه اللهم هل بلغت اللهم هل بلغت 3. ആരെങ്കിലും ഒരാൾ സമ്മാനം കൊടുക്കുന്ന ഒരാൾക്ക് അതല്ലെങ്കിൽ ഒരു സമ്മാനം കൊടുക്കാം എന്ന് വാഗ്ദാനം കൊടുക്കുന്നു. അതിലൊരാൾ സമ്മാനം കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സമ്മാനം മറ്റേ ആളിലെത്തുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നു. ഇദാ വഹബ ഹിബതൻ ഔ വഅദ സുമ്മ മാത ഖബ്ല അൻ തസീല ഇലൈഹി. ഉബൈദ പറയുന്നു, കൊടുക്കുന്ന ആളും വാങ്ങിക്കുന്ന ആളും മരിച്ചുപോയി, പക്ഷേ ആ സമ്മാനം അവിടെ കൊടുക്കാനുള്ള സാധനം അവിടെ എടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിക്കേണ്ട ആളുടെ ജീവിതകാലത്തിൽ തന്നെ അത് തീരുമാനിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ വാങ്ങിക്കേണ്ട ആളുടെ പരമ്പരാവകാശികൾക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. പറഞ്ഞ് തിരിച്ച് അളന്ന് മാറ്റി വച്ചിട്ടില്ലെങ്കിൽ ആ സ്വത്ത് അതിൻ്റെ ഉടമസ്ഥൻ അത് കൊടുക്കാം എന്ന് പറഞ്ഞ ആളുടെ പരമ്പരാവകാശികളിലേക്ക് പോകും. അൽ ഹസൻ പറയുന്നു, കിട്ടേണ്ട ആളുടെ അവകാശികളിലേക്കാണ് അത് പോവുക. ആരാണോ ആദ്യം മരിച്ചത് എങ്കിലും, ആരാദ്യം മരിച്ചാലും വ്യത്യാസമൊന്നുമില്ല. ആ സമ്മാനം കൊടുക്കുന്ന കാര്യം, അതിൻ്റെ സന്ദേശം അവിടെ എത്തേണ്ട ആൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ. وقال عبيدة إن مات وكانت فصلت الهدية والمهدى له حي فهي لورثته وإن لم تكن فصلت فهي لورثته الذي يهدى وقال الحسن أيهما مات قبل فهي لورثته المهدى له إذا قبض الرسول. ജാബിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഇത്രയും തരും എന്ന് പറഞ്ഞിട്ട് വിരലുകൊണ്ട് 3 പ്രാവശ്യം കാണിച്ചു. അതായത് 3 ഇരട്ടി തരും എന്നോ അല്ലെങ്കിൽ 3 അളവ് തരും എന്നോ എന്തൊക്കെയായിരിക്കും ബഹ്റൈനിൽ നിന്നുള്ള സാധനങ്ങൾ വരുമ്പോൾ. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എത്തുന്നതിന് മുമ്പ് മരിച്ചുപോയി. അത് എത്തിയപ്പോൾ അബൂബക്കർ വിളിയ ആളിനെ അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു, അനൗൺസ്മെൻറ്റ് ചെയ്യുക, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടാനോ മേടിക്കാനോ ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ റസൂൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ, തന്നേക്കാമെന്നാരെങ്കിലും വാഗ്ദാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അബൂബക്കറിനെ വന്ന് കാണേണ്ടതാണ്. ഞാൻ അബൂബക്കറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത് ഇത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബൂബക്കർ 3 കൈ അളവിന് പൈസ വാരി എനിക്ക് തന്നു. സമയത്തു ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ ജാഅ മാലുൽ ബഹ്റൈനി അഅതൈതുക ഹകദാ 3 ഫലം യഖദം ഹത്താ തുഫിയ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅർസല അബൂബക്കറിൻ മുനാദിയൻ ഫനാദാ മൻ കാന ലഹു ഇൻദ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്ദത്തുൻ ഔ ദൈനുൻ فليأتنا فأتيته فقلت إن النبي صلى الله عليه وسلم وعدني فحث لي 3. സമ്മാനമായി കിട്ടിയ അടിമയോ അല്ലെങ്കിൽ സമ്പത്തിനെയോ എങ്ങനെയാണ് എടുക്കേണ്ടത്? കൈഫ യുഖ്ബദുൽ അബ്ദു വൽ മതാഉ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ ഒരു കുഴപ്പക്കാരനായ ഒട്ടകത്തിനെ ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എന്നിൽ നിന്നും വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, അബ്ദുള്ള, ഈ ഒട്ടകം നിനക്കുള്ളതാകുന്നു. അതായത്
പറഞ്ഞ കേൾക്കില്ലാത്ത അനുസരണ ഇല്ലാത്ത എന്തെങ്കിലും ഒരു ഒട്ടകമായിരിക്കും. അതിനെ മേടിച്ച് നേരെയാക്കി തിരിച്ചു കൊടുത്തു ഫ്രീ ആയിട്ട്. ഇത് നമ്മൾ 2610-611 കണ്ടിട്ടുണ്ട് മുമ്പ്. വഖാല ഇബ്നു ഉമറ കുൻതു അലാ ബക്രിൻ സ്വാബിൻ ഫഷ്തറാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല ഹുവ ലക യാ അബ്ദല്ലാഹ്. അൽ മിസ്വാർ ഇബ്നു മഖ്റമ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് തുണികൾ വിതരണം ചെയ്തു. പക്ഷേ അതിൽ നിന്നൊന്നും മഖ്റമയ്ക്ക് കൊടുത്തില്ല. മഖ്റമ എന്നോട് പറഞ്ഞു, എടാ മോനെ, എൻ്റെ കൂടെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വരൂ എന്ന്. ഞാൻ അദ്ദേഹത്തിനോടൊപ്പം പോയി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എൻ്റെ പിതാവിന് വേണ്ടി വിളിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നു. അതിൽ നിന്നുള്ളൊരു തുണിയായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. എന്നിട്ട് പറഞ്ഞു, മഖ്റമ, ഈ തുണി നിനക്ക് വേണ്ടി ഞാൻ വച്ചിരുന്നതാണ്. മഖ്റമ ആ തുണിയിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, മഖ്റമ സന്തോഷമായിരിക്കുന്നു, അല്ലെങ്കിൽ മഖ്റമ അത് സ്വീകരിച്ചിരിക്കുന്നു, സംതൃപ്തരായിരിക്കുന്നു. അതല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും പറഞ്ഞത്, മഖ്റമേ, നീ സന്തോഷവാനായോ എന്ന്. عن المسوري بن مخرمة رضي الله عنهما أن قال قسم رسول الله صلى الله عليه وسلم عقبية ولم يعطي مخرمة منها شيئا فقال مخرمة يا بني انطلق بنا إلى رسول الله صلى الله عليه وسلم فانطلقت معه فقال ادخل فدعوه لي قال فدعوته له فخرج إليه وعليه قباء منها فقال خبأنا هذا لك قال فنظر إليه فقال رضي مخرمته. ആരെങ്കിലും ഒരാൾ ഒരു സമ്മാനം കൊടുക്കുമ്പോൾ മറ്റേ ആളത് വാങ്ങിക്കുന്നു, അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ അത് ഞാൻ എൻ്റെ കസ്റ്റഡിയിലേക്ക് എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇദാ വഹബ ഹിബതൻ ഫഖബല ആഖറു വലം യഖുൽ ഖബൽതു. അൽഹംദുലില്ലാഹ്, നമ്മൾ 2600 ഹദീസുകൾ കണ്ടു കഴിഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരു ആൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നശിച്ചു പോയിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, നോമ്പിലായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് ഒരു അടിമയെ സ്വതന്ത്രനാക്കാൻ പറ്റുമോ? അവൻ പറഞ്ഞു, ഇല്ല, അതിനുള്ള സമ്പത്ത് ഇല്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിനക്ക് 2 മാസം തുടർച്ചയായി നോമ്പ് പിടിക്കാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം അതിനും പറ്റില്ല എന്ന് പറഞ്ഞു. അതിനുള്ള ആരോഗ്യമില്ല, അല്ലെങ്കിൽ കഴിവില്ല എന്നുള്ള രീതിയിലായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അവനോട് ചോദിച്ചു, നിനക്ക് 60 ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റുമോ? അതും അവന് പറ്റില്ല എന്ന് പറഞ്ഞു, കാരണം പാവം ആയിരിക്കും. അപ്പോൾ ഒരു അൻസാരി അവിടെ വന്നു, ഒരു ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു പാത്രം നിറച്ച് അല്ലെങ്കിൽ ഒരു കൊട്ട നിറച്ച് ഈന്തപ്പഴമായിട്ട് വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനോട് പറഞ്ഞു, ഇതെടുത്തുകൊണ്ട് പോയിട്ട് നീ ദാനമായിട്ട് കൊടുക്കുക, നിൻ്റെ പാപത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, ഞങ്ങളെക്കാളും പാവമായിട്ടുള്ള ആൾക്കാർക്കാണോ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു. അല്ലേ അല്ലാഹുവിൻ്റെ റസൂലെ, ആരാണോ നിന്നെ സത്യസന്ദേശവുമായി അയച്ചത്, അതായത് അള്ളാഹു ആണ് സത്യം, ഈ മദീനയുടെ 2 പർവ്വതങ്ങൾക്കിടയിൽ ഞങ്ങളെക്കാൾ പാവങ്ങളായിട്ട് ആരും ഇല്ല എന്ന് അയാൾ പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, എന്നാൽ എടുത്തുകൊണ്ട് പോയിക്കോ, നീ നിൻ്റെ കുടുംബത്തിന് തന്നെ അത് കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അതായത് നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് അവർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. عن أبي هريرة رضي الله عنه قال جاء رجل إلى رسول الله صلى الله عليه وسلم فقال هلكت فقال وما ذلك قال وقعت بأهلي في رمضان قال أتجد رقبة قال لا قال فهل تستطيع أن تصوم شهرين متتابعين فقال لا قال فتستطيع أن تطعم 60 مسكينا قال لا قال فجاء رجل من الأنصار فعرق والعرق المقتل فيه تمر فقال اذهب بهذا فتصدق به قال لا أحوج منا يا رسول الله والذي بعثك بالحق ما بين لابتها أهل بيت أحوج منا ثم قال اذهب فأطعمه أهلك. ഒരു അയാളുടെ കടക്കാരനായ ആൾക്ക് കടമായിട്ട് ഇങ്ങോട്ട് കിട്ടാനുള്ള എന്താണോ അത് സമ്മാനമായി അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ നീ ഇനി തരണ്ട എന്നുള്ള രീതിയിൽ. ഇതാ വഹബ ദൈനൻ അലാ റജുലിൻ, ഉദാഹരണം പറയുകയാണെങ്കിൽ നീ എനിക്ക് 100 രൂപ തരാനുണ്ട്, ആ 100 രൂപ നിനക്ക് ഞാൻ സമ്മാനമായി തന്നിരിക്കുന്നു, അപ്പോൾ നീ ഇനി തിരിച്ച് തരണ്ട. അൽ ഹക്കമിൻ്റെ അഭിപ്രായത്തിൽ ഇത് അനുവദനീയമാണ്. അൽ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുമ, ഒരു മനുഷ്യൻ അയാൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന കടം സമ്മാനമായി വിട്ടുകൊടുത്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും കൊടുക്കാൻ ഉണ്ടെങ്കിൽ
അത് അവൻ തിരിച്ച് കൊടുത്തുകൊള്ളട്ടെ, അതല്ലെങ്കിൽ അവൻ അത് വീട്ടിക്കൊള്ളട്ടെ. ജാബിർ പറയുന്നു, എൻ്റെ പിതാവ് രക്തസാക്ഷിയായപ്പോൾ അദ്ദേഹം കടത്തിലായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ തോട്ടത്തിൽ നിന്നുള്ള പഴങ്ങൾ സ്വീകരിച്ച് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. വഖാല ശുഅബത്തു അനിൽ ഹകമി ഹുവ ജായിസുൻ വവഹബൽ ഹസനു ഇബ്നുൽ അലിയ്യി അലൈഹിസ്സലാം ദൈനഹു ലിറജുലിൻ വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ലഹു അലൈഹി ഹഖ്ഖുൻ ഫൽയുഅതിഹി ഔ ലിയതഹല്ലൽഹു മിൻഹു. وقال جابر قتل أبي وعليه دين فسأل النبي صلى الله عليه وسلم غرماءه أن يقبلوا ثمر حائطي ويحللوا أبي. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.